ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ബീഫ് നിഹാരിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പൂരി, പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. വെറൈറ്റി സ്പെഷ്യൽ ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇത് 15 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ജീരകത്തിൻ്റെ ഒരു നല്ല മണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കോലം അതായത് സ്റ്റാർ, ഒരു പട്ട, ഒരു കറുവാപ്പട്ട ഇല, 6 ഏലം, ഒരു 7 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സ്മെല്ല് അടിച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, അതായത് ഡ്രൈ ജിഞ്ചർ പൗഡറാണ്, ചുക്കുപൊടി, അതൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മസാലപ്പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. ചൂടായി കഴിഞ്ഞാൽ ഒരു 3 വലിയ ഉള്ളി സ്ലൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോ എല്ലോട് കൂടിയ ബീഫ് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച നമ്മുടെ സ്പെഷ്യൽ മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ മസാലപ്പൊടി വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ വെജിറ്റബിൾ കറി, ദാൽ കറി, പിന്നെ രാജ്മ കറി, അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 1 കപ്പ് തൈരാണ്. തൈരിട്ട് ഒഴിച്ചു കൊടുക്കാം. തൈരെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 10 വിസിൽ നമുക്ക് അടിച്ചെടുക്കണം. ഇതിന് ഫസ്റ്റ് 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വിസിൽ അടുപ്പിച്ചെടുക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള 8 വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഞാനൊരു 10 വിസിൽ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത് ആവിയൊക്കെ പോയി
കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി, അതായത് ആട്ടപ്പൊടിയാണ്. ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. കട്ടൊന്ന് കെട്ടാണ്ട് കലക്കിയെടുക്കണം. കട്ടൊന്ന് കെട്ടാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബട്ടർ ഇതേപോലെ ക്യൂബ്സ് ആക്കിയിട്ട് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് വെച്ച് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ചെയ്തിട്ട് കൊടുക്കാം. മല്ലിയില അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.